അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 6, 2025 ന്യൂഡൽഹിയിലെ ഗാന്ധിവിഹാർ കോളനിയിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെയുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നും എന്തോ ഒരു മഞ്ഞ വെളിച്ചം കണ്ടിട്ടാണ് ആളുകൾ എഴുന്നേൽക്കുന്നത്. അവർ നോക്കിയപ്പോൾ ഒരു ഫ്ലാറ്റിൽ നിന്ന് കത്തുകയാണ്. ഇത് കണ്ട് ഷോക്കായ അവർ ഉടനെ തന്നെ പോലീസിനെയും ഫയർ ഡിപ്പാർട്ട്മെന്റിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഫയർഫോഴ്സ് ടീം സ്ഥലത്തെത്തി തീയണക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പോഴത്തേനും പോലീസുകാരും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിലത്തെ തീയും കാര്യങ്ങളൊക്കെ അണച്ചു. പോലീസുകാർ ആ ഒരു വീട്ടിലോട്ട് കയറി നോക്കുന്ന സമയത്ത് അവിടുത്തെ ഗ്രില്ല് കാര്യങ്ങൾ അകത്തുനിന്ന് ലോക്ക് ചെയ്തുകയായിരുന്നു. അങ്ങനെ ആ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ തുറന്ന് അവർ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറുകയായിരുന്നു. അവർ കയറി നോക്കിയപ്പോൾ ആ ഒരു വീട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കിച്ചണ് സമീപത്ത് നിന്ന് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു ബോഡി ലഭിക്കുകയും ചെയ്തു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു സാധാരണ ഫയർ ആക്സിഡന്റ് പോലെ തന്നെയാണ് തോന്നിയത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ വല്ല ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ വന്നിട്ട് ഇതേപോലെ തന്നെ ആ ഒരു ഫ്ലാറ്റ് മുഴുവൻ കത്തിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പിടിച്ചതായിരിക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ല AC എങ്ങാനും പൊട്ടിത്തെറിച്ചതായിരിക്കാം. അത്തരത്തിലുള്ള അസംഷനിലോട്ടൊക്കെ ആയിരിക്കും ആദ്യം തന്നെ എത്തുക. എന്നാൽ അവിടുത്തെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ കണ്ടു. ആ ഒരു തീ പിടിച്ച രീതിയൊക്കെ കണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. ഇതൊരു പ്യുവർ ആക്സിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെ ഫോറൻസിക് ടീം സ്ഥലത്തെത്തുകയാണ്. അവർ തെളിവെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അവർ നോക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. അതായത് എവിടെയെങ്കിലും ഷോർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേക ഒരു പാറ്റേണിലുള്ള ഒരു തീയുടെ ഒരു പാടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും ബാക്കി കത്തിപ്പടർന്ന് പിടിച്ചിട്ടുണ്ടാവുക. എന്നാൽ ആ ഒരു ഫ്ലാറ്റ് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും അവർക്ക് അത്തരത്തിലുള്ള ഒരു സംഭവം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ AC ബ്ലാസ്റ്റ് ആയതാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റ് നടന്നതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഫോറൻസിക് ടീം നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ളതായിരുന്നു. എന്നാൽ ആ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഹോസും കാര്യങ്ങളൊക്കെ ആരോ ഊരി മാറ്റിയതുപോലെയുള്ള ഒരു പാറ്റേണിലായിരുന്നു കാര്യങ്ങളൊക്കെ കടന്നിരുന്നത്. ഓൾറെഡി ഗ്യാസ് സിലിണ്ടർ കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ബ്ലാസ്റ്റ് നടന്നതിൻ്റെ എല്ലാം പെട്ടെന്നുകൊണ്ട് തന്നെ ആക്സിഡൻ്റലായിട്ടൊരു പൊട്ടിത്തെറി നടന്നതിൻ്റെ ലക്ഷണങ്ങൾ അവർക്ക് അതിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ബോഡി അവിടെ നിന്ന് കിട്ടിയില്ലേ, ആ ബോഡിയുടെ ബേൺസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ചില ഭാഗങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ട് ബേൺ ചെയ്തതുപോലുള്ള പാടുകളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയില്ല. അപ്പോൾ വല്ല മദ്യമോ നെയ്യോ പെട്രോളോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് കത്തിച്ചതുപോലെ ആയിട്ടാണ് ഈ ഒരു ഫോറൻസിക് ടീമിന് തോന്നിയത്. ഇതെല്ലാം കൂടെ നോട്ട് ചെയ്ത ഫയർ ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്സിഡൻ്റലായിട്ട് നടന്നൊരു തീപിടുത്തമല്ല എന്നുള്ളതായിരുന്നു. യെസ്, ഇത് മനഃപൂർവ്വം ആരോ തീ വെച്ചത് തന്നെയാണ്. അവിടെ നിന്നാണ് ആ ഒരു കേസിന്റെ ഗതി മാറുന്നത്. ജസ്റ്റ് ഒരു ഫയർ ആക്സിഡന്റ് എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു സസ്പീഷ്യസ് ഡെത്ത് എന്നുള്ള രീതിയിൽ പോലീസുകാർ ആ ഒരു കേസ് എടുത്ത് അന്വേഷിക്കുകയാണ്. അങ്ങനെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് നേരെ ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയച്ചു. അതിനുശേഷം ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ആ ഒരു പുക ശ്വസിച്ചല്ല മരിച്ചത്. കാരണം ആളുടെ ലങ്സിൻ്റെ ഉള്ളിൽ കാർബൺ പാർട്ടിക്കിൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ആൾ മരിച്ചതിന് ശേഷമാണ് അവിടെ തീകത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ലങ്സിൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള കാർബൺ പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. പോരാത്തതിന് കഴുത്തിൽ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്റേണൽ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പോലീസിനോട് ഒരൊറ്റ കാര്യമായിരുന്നു പറഞ്ഞത്, ഇയാൾ ആ ഒരു തീപിടുത്തത്തിലെല്ലാം മരിച്ചത്. ഇയാളെ ആരോ കൊന്നതിന് ശേഷമാണ് ആ ഒരു ഫ്ലാറ്റിൽ ആരോ തീ വെച്ചിട്ടുണ്ടായത്. അങ്ങനെ ജസ്റ്റ് ഒരു ഫയർ ആക്സിഡന്റ് ആയിട്ട് തുടങ്ങിയ ആ ഒരു കേസ് പിന്നീട് ഒരു സസ്പീഷ്യസ് ഡെത്ത് ആയിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രീ പ്ലാൻഡ് മേർഡർ എന്നുള്ളൊരു ആംഗിളിലോട്ട് എത്തുകയായിരുന്നു. അപ്പോൾ ആരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്? ആരായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത്? എങ്ങനെയൊക്കെയാണ് പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 32 വയസ്സുള്ള രാംകേഷ് മീണ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. ആള് UPSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ചില പ്രൈവറ്റ് കമ്പനീസിലും മറ്റൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ സ്വദേശം രാജസ്ഥാനാണ്. ആളുടെ ഫാമിലിയൊക്കെ അവിടെയാണുള്ളത്. അവിടെ നിന്നാണ് ഡൽഹിയിലെ ഒരു ഗാന്ധിവിഹാർ കോളനിയിൽ വന്നിട്ട് ആൾ താമസിക്കുന്നുണ്ടായത്. അങ്ങനെ പോലീസുകാർ അടുത്തതായിട്ട് ഒരു രാംകേഷിനെ കുറിച്ച് നൈബേഴ്സിൻ്റെ അടുത്ത് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ സ്വതവേ ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ഫുൾ ടൈം പഠിപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ഇത്തിരി ചില്ലായിട്ടുള്ള ഒരാളാണ്. ഡിപ്രഷൻ്റെ യാതൊരു സയൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആളുടെ ഒരു ലൈഫ് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ.
അപ്പോൾ ഇതെന്തായാലും ഒരു സൂയിസൈഡ് അല്ല എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ഒരു സാധാരണ പയ്യനാണ്, അതേപോലെ തന്നെ UPSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇയാളെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയെന്നുള്ളതായി അടുത്ത ചോദ്യം. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ആ ഒരു ഫ്ലാറ്റിലത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം പാതിരാത്രി 12:15 ടൈമിൽ ഒരു സ്ത്രീ ആ ഒരു ഫ്ലാറ്റിലോട്ട് കയറി പോകുന്നതിന്റെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസിന് ലഭിക്കുന്നത്. ഈ ഒരു സ്ത്രീ ഫ്ലാറ്റിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ 2 ആൾക്കാർ കൂടെ ആ ഒരു ഫ്ലാറ്റിലോട്ട് എത്തുകയായിരുന്നു. അവർ രണ്ടുപേരും മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫേസും കാര്യങ്ങളൊന്നും തന്നെ ക്ലിയർ ആയിരുന്നില്ല. അതിനുശേഷം ഒരു വെളുപ്പിന് 1:30 ടൈമൊക്കെ ആയപ്പോൾ ഇവർ 3 പേരും അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി പോകുന്നതിൻ്റെയും വിഷ്വൽസും കാര്യങ്ങളൊക്കെ CCTVയിൽ ഉണ്ടായിരുന്നു. പിന്നെയും ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തീയും കാര്യങ്ങളൊക്കെ ആളുകൾ കണ്ടു തുടങ്ങിയത്. അടുത്തതായിട്ട് പോലീസുകാരി ഒരു രാംകേഷ് മീനയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം പാതിരാത്രി തുടങ്ങിയിട്ട് ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതേപോലെ തന്നെ ആൾ റീസെൻ്റ് ആയിട്ട് ആരൊക്കെയാണ് കോൾ ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആരൊക്കെയാണ് കോൾ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ നമ്പറിലോട്ട് ആൾ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്നത്തെ ദിവസം ആ ഒരു ടവർ ലൊക്കേഷനിൽ പുതിയതായിട്ട് ഏതൊക്കെ നമ്പറുകളൊക്കെയാണ് വന്നത് എന്ന് നോക്കിയപ്പോൾ പോലീസിന് സസ്പീഷ്യസ് ആയിട്ട് ഒരു 3 നമ്പേഴ്സ് കിട്ടുകയാണ്. അതേപോലെ തന്നെ ഇയാൾ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ നമ്പറും അതിലുണ്ടായിരുന്നു. അമൃത ചൗഹാൻ എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. BSc ഫോറൻസിക് സയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു, ഈ ഒരു CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ഒരാളാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസിന് ഈ ഒരു കേസിൽ ആദ്യത്തെ സസ്പെക്റ്റിനെ കിട്ടുകയാണ് അമൃത. അങ്ങനെ പോലീസുകാരൻ നൈബേഴ്സിൻ്റെ അടുത്ത് ആ ഒരു പെൺകുട്ടിയെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ നൈബേഴ്സ് പറഞ്ഞു, അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പെൺകുട്ടി ഇവിടെ വരാറുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ അധികം കാണാറില്ല. എന്നാൽ അതിനു മുൻപ് ഈ ഒരു പെൺകുട്ടി ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അവർ തമ്മിൽ എന്തോ പ്രണയമായിരുന്നു, അവരൊരു ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നൈബേഴ്സ് പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. സോ അമൃതയാണ് അപ്പോൾ ഈ ഒരു മേർഡറിൻ്റെ പിന്നിലുള്ള വ്യക്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ആരൊക്കെയാണ്? പോലീസുകാരങ്ങനെ അമൃതയെ ട്രാക്ക് ചെയ്യുകയാണ്. അങ്ങനെ മുറാദാബാദിൽ നിന്നും അമൃതയെ പോലീസുകാർ പിടികൂടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എല്ലാം അമൃത നിഷേധിക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നീ എവിടെയായിരുന്നു? ഈ 12:15 ടൈമിൽ ആ ഫ്ലാറ്റിലോട്ട് കയറിയത് നീയായിരുന്നു? നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 2 പേര് ആരാണ്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചോദിക്കുകയാണ്. ആദ്യമൊക്കെ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിലും പിന്നീട് ഇത് മറച്ചു വെക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. അവസാനം നടന്ന എല്ലാ കാര്യങ്ങളും അമൃത തുറന്നു പറയുകയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു രാംകേഷ് മീനയെ അമൃത പരിചയപ്പെടുന്നത്. എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാംകേഷ് ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ഇന്റർവ്യൂവിന് പോയതായിരുന്നു. അവിടെ വെച്ചിട്ട് ഈ ഒരു അമൃത എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ സംസാരിക്കുകയും പരിചയപ്പെടുകയും ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്തു. പിന്നീട് ചാറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ചാറ്റുകൾ വളരെയധികം നീണ്ടു പോയി. പിന്നീട് അവർ ഇടയ്ക്കിടയ്ക്ക് ഡേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, കോഫി ഷോപ്പിൽ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഏകദേശം ഒരു 3 മാസത്തോളം അവർ ഡേറ്റ് ചെയ്തതിന് ശേഷം അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അമൃത ഈ ഒരു രാംകേഷ് മീനയുടെ ഫ്ലാറ്റിലോട്ട് താമസം മാറുന്നത്. അതിനുശേഷം കുറച്ച് മാസങ്ങൾ അവർ നല്ല ഹാപ്പി ആയിട്ട് അവിടെ താമസിച്ച് വരികയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ട്രിപ്പ് പോവുക, അതേപോലെ തന്നെ ചില്ല് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ കപ്പിൾസ് ചെയ്യുന്ന എല്ലാ പരിപാടികളും അവർ ചെയ്ത് വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ അവരുടെ ലൈഫും കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ പെൺകുട്ടി വേറൊരാളെ കാണുന്നത്. സുമിത് എന്നായിരുന്നു ആളുടെ പേര്. ഈ സുമിത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ പഴയ ലവറായിരുന്നു. ആദ്യം കണ്ടു, അപ്പോൾ പഴയ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ അയവർക്കുകയാണ്. പിന്നീട് ഇവർ തമ്മിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. പിന്നെയും അയാളുടെ അടുത്തൊരു പ്രണയം ഈ ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രാംകേഷ് മീനയെ ഒഴിവാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നുള്ളൊരു കാര്യം ഈ ഒരു അമൃത രാംകേഷ് മീനയുടെ അടുത്ത് പറഞ്ഞു. എന്നാൽ ആൾക്കത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി ആ ഫ്ലാറ്റിൽ നിന്ന് താമസം മാറുന്നത്. ഇതിനിടയിൽ ഇവർ രണ്ടുപേരും, അതായത് എക്സ് ബോയ് ഫ്രണ്ടും അമൃതയും തമ്മിൽ കാണാറും അതേപോലെ തന്നെ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തൊരു സൈഡിൽ കൂടെ പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു രാംകേഷ് മീനയായിട്ട് ബ്രേക്കപ്പ് ആവുന്നതും പൂർണ്ണമായിട്ടും അയാളോടൊപ്പം ഈ ഒരു പെൺകുട്ടി പോകുന്നതും. ഒരു കാരണവും ഇല്ലാതെ അമൃത പെട്ടെന്ന് തന്നെ പോയത് ഈ രാംകേഷ് മീനക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആളാകപ്പാടെ ഒരു പ്രാന്തനെ പോലെ ആവുമായിരുന്നു. ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി. അതായത് ഇവർ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന പല സമയങ്ങളിലും ഇയാൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് പെട്ടെന്ന് ബ്രേക്കപ്പായി നിനക്ക് തോന്നിയ പോലെ പോകാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പുറത്ത് വിടും, ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പെൺകുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയത്.
ഈ ഒരു ഭീഷണിക്ക് വഴങ്ങിയിട്ട് അമൃത ഇടക്കിടക്ക് രാംകേഷ് മീണയുടെ ഫ്ലാറ്റിലോട്ട് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു ടൈമിൽ അവർ ഇന്റിമേറ്റ് ആവുന്നതും പതിവായിരുന്നു. അപ്പോൾ തീരെ മനസ്സില്ലാതെയായിരുന്നു അമൃത അങ്ങോട്ട് എത്താറുണ്ടായിരുന്നതും ഇയാൾക്ക് വഴങ്ങി കൊടുക്കാറുണ്ടായിരുന്നതും. എങ്ങനെയെങ്കിലും ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ ഇയാളുടെ ഫോണിൽ നിന്നും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഇയാൾ വിളിച്ച ടൈമിൽ ഈ പെൺകുട്ടി പോയില്ല. അപ്പോഴാണ് ഇയാൾ മറ്റൊരു കാര്യം പറയുന്നത്. ഈ ഫോട്ടോസും വീഡിയോസിൻ്റെ ഒക്കെ കോപ്പി താൻ ഹാർഡ് ഡ്രൈവിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും താൻ വിളിക്കുമ്പോഴൊക്കെ നീ വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ആക്കുമെന്നും ഫോണിൽ നിന്ന് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയായിരുന്നു. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ആ പെൺകുട്ടി ആകെപ്പാടെ പേടിക്കുകയാണ്. അതേപോലെ തന്നെ വല്ലാത്ത രീതിയിലുള്ള ഒരു ദേഷ്യം വരികയും ചെയ്തു. അങ്ങനെ ഇത് തീരെ സഹിക്കാൻ പറ്റാതായപ്പോഴാണ് സുമിത്തിൻ്റെ അടുത്ത് അമൃത കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സുമിത്തിൻ്റെയും അമൃതയുടെയും റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന് വേറൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഈ ഒരു രാംകേഷ് മീണയുമായിട്ട് പരിചയപ്പെടുന്നതിനും ഒരു 5-6 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ ബ്രേക്കപ്പ് ആയത്. എന്നാൽ അതിനും ഏകദേശം ഒരു 1.5 കൊല്ലം മുൻപ് അമൃതയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒറ്റക്കായിരുന്നു ഈ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുമായിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു. ഇയാൾക്ക് ഓൾറെഡി വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും അമൃത ഇയാളെ പ്രണയിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കറങ്ങാൻ പോകലും പരിപാടിയും ഒരുമിച്ച് നിൽക്കലും ഒക്കെ പതിവായിരുന്നു. ഈ ഒരു വിവരം ഇതേപോലെ തന്നെ അമൃതയുടെ വീട്ടിലറിയാണ്. അങ്ങനെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതേപോലെ തന്നെ അയാളുടെ വീട്ടിലറിഞ്ഞു, അവിടെയും ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെയാണ് ആ ഒരു വീട്ടുകാർ അമൃതയുടെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാനായിട്ട് പറയുന്നത്. ഒന്നില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പാരൻസ് തീർത്ത് പറഞ്ഞപ്പോൾ അമൃത സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുമായിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആളുടെ വീട്ടിലറിയുന്നതും ഇതേപോലെ തന്നെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും അതിനുശേഷം ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആവുന്നതും. അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ പോയ ആ ഒരു സമയത്താണ് ഈ രാംകേഷ് മീണയെ ഈ പെൺകുട്ടി പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും പിന്നീട് ഇതേപോലെ തന്നെ ഒരുമിച്ചുള്ള താമസവും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതും. എന്നാൽ അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ വീണ്ടും പഴയ കാമുകനെ കാണുകയായിരുന്നു. അപ്പോൾ ഈ മെമ്മറിയും കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ട് രണ്ടുപേരും വീണ്ടും ഒരുമിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ കാണപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായത്. പിന്നെ ഈ ഒരു സുമിത്തിൻ്റെ ജോലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസ് ഏജൻസിയിലായിരുന്നു ആൾക്ക് ജോലി. അപ്പോൾ ഈ ഒരു സുമിത്തും അതുപോലെ തന്നെ ആളുടെ സുഹൃത്തായിട്ടുള്ള സന്ദീപും കൂടെയും ആ ഒരു ഫ്ലാറ്റിലോട്ട് കയറി ചെന്നിട്ടായിരുന്നു ഇത്തരത്തിലുള്ള മേർഡറും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സന്ദീപിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് പോലീസ് ക്വാർട്ടേഴ്സിലത്തെ ക്ലീനറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ ഇവർ രണ്ടുപേരെയും കൂടെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഇവരെ 3 പേരെയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പോലീസിന് കറക്റ്റായിട്ട് എങ്ങനെയാണ് ആ ഒരു ക്രൈം നടന്നതെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഈ ഒരു ക്രൈം നടന്നതെന്ന് പാതിരാത്രി ഒരു 12:15 ടൈമിലായിരുന്നു അമൃത ഈ രാംകേഷ് മീണയുടെ ഫ്ലാറ്റിലോട്ട് എത്തുന്നത്. ഫ്ലാറ്റിലെത്തി ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് അമൃത ഒരു കാര്യം പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് പടത്തിൽ ഒരു സീനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അതൊരു ഫാൻറ്റസിയാണ്, ഞാൻ നിൻ്റെ കൈയും കാലൊക്കെ കെട്ടിയിടാം, എന്നിട്ട് നമുക്ക് എന്താ പറയുക സെക്സ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. രാംകേഷ് മീണക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അയാളുടെ കൈകളും കാലുകളും ഒക്കെ കെട്ടിയിടാണ്. അതിനുശേഷം ഒരു തുണി എടുത്തു. എന്നിട്ട് ഞാൻ ഈ തുണി നിൻ്റെ വായിൽ തിരികെ വെക്കാം, അപ്പോൾ നീ ഒച്ചെടുത്താലൊന്നും പുറത്ത് കേൾക്കില്ല, എന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു തുണി കൂടെ അയാളുടെ വായിൽ തിരികുകയാണ്. അതിനുശേഷം ഈ പെൺകുട്ടി സിഗ്നൽ കൊടുത്തു. ആ ഒരു സിഗ്നൽ കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവർ രണ്ടുപേരും കൂടെയും ആ ഒരു ഫ്ലാറ്റിലോട്ട് എത്തി. ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ രാംകേഷ് മീണക്ക് താൻ പെട്ടു എന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയാണ്. ഓൾറെഡി രാംകേഷ് മീണയുടെ കൈയും കാലും കെട്ടിയിട്ടുണ്ടായിരുന്നു, വായിലാണെന്നുണ്ടെങ്കിൽ തുണിയും തിരികിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സുമിത്തും സന്ദീപും വന്നപ്പോൾ ആൾക്ക് ഒന്ന് പ്രതികരിക്കാൻ പോലും സാധിച്ചില്ല. അങ്ങനെ ഇയാളെ നല്ല രീതിയിൽ അവർ ഉപദ്രവിക്കുകയാണ്. അതിനുശേഷം ആ ഹാർഡ് ഡിസ്ക് എവിടെയെന്ന് ചോദിച്ചു. എത്രയൊക്കെ ചോദിച്ചിട്ടും ആ ഹാർഡ് ഡിസ്ക് എവിടെയെന്നുള്ളത് ആള് പറഞ്ഞില്ല. ആള് പറയാത്തത് കൊണ്ട് തന്നെ ഇവർ വീണ്ടും ക്രൂരമായിട്ട് അയാളെ ഉപദ്രവിക്കുകയാണ്. അടിക്കാനും പിടിക്കാനും ഒക്കെ തുടങ്ങി, അതേപോലെ തന്നെ ശ്വാസം മുട്ടിക്കാനൊക്കെ തുടങ്ങി. അവസാനം ആള് ശ്വാസം മുട്ടി മരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഓട്ടോപ്സി റിപ്പോർട്ടിൽ കണ്ടെത്തിയ ഇഞ്ചുറിയുടെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ബാക്കിയായിരുന്നു. അതിനുശേഷം ഈ ഒരു ബോഡി എടുത്ത് കയറ്റി അവർ നേരെ കിച്ചണിലോട്ട് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ആ ഒരു ഫ്ലാറ്റ് മുഴുവൻ ഇവർ തിരയാണ് ആ ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ട്. ഒരുപാട് നേരം തിരഞ്ഞതിന് ശേഷമാണ് ആ ഹാർഡ് ഡിസ്കും അതേപോലെ തന്നെ ആളുടെ ലാപ്ടോപ്പും ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അവർക്കങ്ങനെ ഹാർഡ് ഡിസ്കും ലാപ്ടോപ്പും കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളും പുറത്തു പോയില്ല എന്നുള്ളത് ഉറപ്പായി. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുകളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ ഒരു തീപിടുത്തം നടന്നതുപോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു ബുദ്ധി അമൃതക്ക് തോന്നുകയാണ്. അമൃത ഫോറൻസിക് സയൻസും കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന നെയ്യും എണ്ണയും അതേപോലെ തന്നെ ലിക്കറും കാര്യങ്ങളൊക്കെ ഇയാളുടെ മേത്ത് ഇങ്ങനെ ഒഴിക്കുകയായിരുന്നു. പിന്നെ സുമിത്ത് ഗ്യാസ് ഏജൻസിയിലും കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത് കാരണം ഗ്യാസിന്റെ പരിപാടിയൊക്കെ ആൾക്കറിയായിരുന്നു. അങ്ങനെ ആള് എന്താ പറയുക, ഗ്യാസിന്റെ ഹോസ് ഊരിയിട്ട് അവിടെ ലീക്കും കാര്യങ്ങളൊക്കെ ആക്കി വെക്കുകയാണ് ഗ്യാസ്. അപ്പോൾ കറക്റ്റ് ചെയ്ത ടൈമിൽ എങ്ങനെ തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ബ്ലാസ്റ്റ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു ധാരണ ആൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ആ ഒരു ബോഡി തീയിട്ടിങ്ങായിട്ട് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. അങ്ങനെ തീയൊക്കെ കൊളുത്തി അവരവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഡോറ് ലോക്ക് ചെയ്യണം. ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർ വരുമ്പോൾ വേറെ ആരോ വന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ എന്താണ് ചെയ്യേണ്ടത്? ഡോറ് അകത്തുനിന്ന് ലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവർ ഓൾറെഡി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃതയുടെ ചെറിയ കൈയായിരുന്നു. ആ ഒരു ഗ്രില്ലിൻ്റെ ഇടയിലൂടെ ആ കൈ കിടക്കും. അങ്ങനെ അവർ കൈ ഇട്ടിട്ടായിരുന്നു അകത്തു നിന്നും ആ ഒരു ഡോറ് ലോക്ക് ചെയ്തത്. എന്നിട്ട് ഇവർ 3 പേരും അവിടെ നിന്ന് നേരെ എസ്കേപ്പ് ആവുകയും ചെയ്തു. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു മർഡർ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടായിരുന്നു കേട്ടോ അവർ 3 പേരും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയത്. എന്നാൽ അവർ പോലീസുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ഓൾറെഡി ഒരുപാടധികം കേസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള പോലീസുകാർക്ക് ഇതൊക്കെ തെളിയിക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഫോറൻസിക് എക്സ്പേർട്ടും കാര്യങ്ങളും ഫയർ എക്സ്പേർട്സും അതേപോലെ തന്നെയുള്ള ആളുകളൊക്കെ ഈ ഒരു കേസിൻ്റെ അകത്ത് വന്നപ്പോൾ അവർക്ക് എന്താ പറയുക, ഇതൊരു ജസ്റ്റ് തീപിടുത്തല്ല എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. പിന്നെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇയാൾ ഇതേപോലെ തന്നെയുള്ള സ്മോക്കും കാര്യങ്ങളും ഇൻഹെയിൽ ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടെ മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഇതൊരു മർഡർ ആണെന്ന് പോലീസിന് മനസ്സിലാവുകയായിരുന്നു. അതേപോലെ തന്നെ പിന്നീടുള്ള അന്വേഷണങ്ങളിൽ ഇവരെ കണ്ടുപിടിക്കുകയും ചെയ്തു. യെസ്, ഇവരുടെ പെർഫെക്റ്റ് മർഡർ പ്ലാൻ പോലീസുകാർ പൊളിച്ചടക്കുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർ 3 പേര് ഇപ്പോൾ ജയിലിലാണ്. ഈ ഒരു കേസും കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.